ഉണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അടിക്കടി ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ അവസാന വരികൾ വായിച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ തുടരെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു? ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. ഒപ്പം അദ്ദേഹം പറഞ്ഞത് നിരവധിയായിട്ടുള്ള പോലീസുകാർ, ഏതാണ്ട് 6ഓളം പോലീസുകാർ അവിടെ ഉണ്ടായിട്ട് പോലും പോലീസുകാർ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആരോഗ്യ മേഖലകളിലെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനെയൊക്കെ മർദ്ദിക്കുക, അവശരാക്കുക, ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ സർക്കാർ ഇത് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. മന്ത്രി തന്നെ അത് കൃത്യമായി അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർ സമരത്തിലേക്ക് പോകുന്നതിനകത്ത് അവരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ രോഗികളുടെ കാര്യം ഓർക്കുമ്പോൾ അതിൽ നിന്ന് പിൻവലിയുന്നതാണ് നല്ലത്. കാരണം സർക്കാർക്ക് വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നു. പിന്നെ അത് വളരെ അതീവ ഗൗരവമായിട്ട് തന്നെ ഗവൺമെന്റ് അത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മനോഭാവം, അല്ലെങ്കിൽ ഇതൊരു പല സ്ഥലങ്ങളിലും ഡോക്ടേഴ്സിനെ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഡോക്ടറെ ആക്രമിച്ചു. അതൊന്നും ശരിയായ ഒരു രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റമാണെന്ന് തോന്നുന്നു. ഡോക്ടേഴ്സിന് അവരുടെ കഴിവിന്റെ പരമാവധി അല്ലെങ്കിൽ മാക്സിമം അവർ ശ്രമിച്ചാലും അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അത് കേരളത്തിൽ ആ ഒരു മനോഭാവം മാറേണ്ട സമയം അതിക്രമിച്ചു. ശക്തമായ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യമന്ത്രി ഡയറക്ടറായിട്ട് അതിനകത്ത് ഇടപെട്ടിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായിട്ട് ഇതുവരെ അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു വാർത്തകളോ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പോലീസ് നോക്കുകുത്തി എണ്ണു എന്ന് പറയുന്നതോട് യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നവരനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിസ്സംഗമായ ഒരു സമയം ഉണ്ടായിട്ടില്ല. പെട്ടെന്നുള്ളൊരു ആക്രമണം ഡോക്ടറുടെ പേരിലുണ്ടായി. അയാളുടെ അദ്ദേഹത്തിന്റെ ജീവൻ പോലും രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ പറഞ്ഞതും ഒരു പരിധിവരെ ശരിയാണ്. അക്രമാസക്തമായ രീതിയിൽ ജനം മുന്നോട്ട് പോയാൽ അതെങ്ങനെയാണ് ശരിയാവുക? നിയമം കണ്ടെടുക്കാനായിട്ട് ഇവിടെ ആർക്കും അധികാരമില്ല. ഡോക്ടറെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായ രീതിയിലുള്ള വ്യവസ്ഥാപരമായ രീതിയിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. പരാതി പറയേണ്ടടുത്ത് പരാതി പറയാം. അതിന് ഡോക്ടറെ കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്നതിന് തുല്യമാണ്. അവസാനത്തെ ജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള അവസാനത്തെ ആശ്രയം എന്ന് പറയുന്ന ആശുപത്രികളും ഡോക്ടേഴ്സും അതുപോലുള്ളതിന് ആരോഗ്യ പ്രവർത്തകർ. അപ്പൊ അവരെയും കൂടി ഈ രീതിയിൽ മർദ്ദിച്ച് ആവശ്യമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു മനോഭാവത്തിൽ നിന്ന് നമ്മുടെ ആളുകൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ആക്രമണങ്ങളുടെ പേരിൽ അതിശക്തമായ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് നമുക്കെല്ലാം പറയാനുള്ളത്. ഗവൺമെന്റ് ആ രീതിയിൽ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.